ജീവിതത്തിൽ എന്താണ് സ്പിരിച്വൽ ആക്കാൻ പറ്റാത്തത്? എല്ലാം ആക്കാം. ഭക്ഷണം, കുളി, ഉറക്കം, ഉറപ്പായിട്ടും. നടത്തം, ഡാൻസ്. ഒരാളെ കൊല്ലുന്നത് പോലും നമുക്ക് സ്പിരിച്വൽ ആക്കാം. സോറി, അതിന് ഞാൻ ഇപ്പോൾ നമുക്ക് സ്പിരിച്വൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. അതിനല്ലേ ഞാനിവിടെ ഉടുത്തിരിക്കി നിൽക്കണത്. പച്ചക്കറികൾ പ്രകൃതിയുടെ മക്കളാണ്. നമ്മളും നിങ്ങളുടെ മുൻപിൽ കാണുന്ന പച്ചക്കറികളെ നിങ്ങൾ സ്നേഹപൂർവ്വം നോക്കുക. നോക്കി. അതിൽ ഒന്നിൽ തൊടുക. ഓ, ഇനി അതിനെ നിങ്ങൾ നിങ്ങളായി കാണുക. സ്നേഹിക്കുക, കൊഞ്ചിക്കുക. അതിനെ നിങ്ങൾ നിങ്ങളിലേക്ക് ചേർത്ത് പിടിക്കുക. തൊട്ടു, ഇഷ്ടപ്പെട്ടു, സ്നേഹിച്ചു, കൊഞ്ചിച്ചു, എന്നിലേക്ക് ചേർത്ത് പിടിച്ചു. എന്നിട്ട് ബാക്കി പറ. ശരി, ഇനി ഇത് കട്ട് ചെയ്ത് കറി വെച്ച് ഉണ്ടാക്കി കഴിക്കണം. അതല്ലേ പറയാൻ വന്നത്. അതിന് മുമ്പ് നെറ്റ് കട്ടായി. എന്തുവാടി ഈ വഴുതനങ്ങ പിടിച്ചോണ്ട്? അത് പിന്നെ മനുഷ്യനെന്തെങ്കിലും കഴിക്കണ്ടേ, വയറ്റിലോട്ട് ചെല്ലണ്ടേ. നീ എന്തെങ്കിലും കഴിച്ച? ഞാൻ അവിടെ എന്റെ ഫേസ്ബുക്ക് ലൈവ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ നെറ്റ് കട്ടായി. നീ ഓഫ് ചെയ്താണോ? മനുഷ്യ, നെറ്റ് കട്ടാവാണ്ടിരിക്കണമെങ്കിൽ വൈഫൈയുടെ ബില്ലടയ്ക്കണം. നിങ്ങൾ ഇത്ര നേരം എൻ്റെ ഡാറ്റ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് അങ്ങനെ തന്നെ അവിടെ സ്പിരിച്വൽ ബ്രേക്ക്ഫാസ്റ്റ് പരാജയപ്പെട്ട് നിൽക്കുമ്പോൾ. എടി, ഞാൻ ഒരു കാര്യം പറട്ടെ. കുറച്ച് ദിവസമായിട്ട് ഒരു വിഷയത്തിന്റെ പുറകെ ഞാനിങ്ങനെ ഓടിക്കൊണ്ടിരിക്കാന്ന് നിനക്ക് അറിയാലോ. വല്ലവന്റെ പെണ്ണ് കേസല്ലേ? നിങ്ങൾ അതിന്റെ പുറകെ ഇങ്ങനെ പട്ടി ഓടണ പോലെ ഓടിയിട്ട് എന്താ കാര്യം? എടി, വല്ലവന്റെ പെണ്ണ് കേസ് എന്ന് പറഞ്ഞ് ഞങ്ങൾ താത്തിക്കെട്ടല്ലേ? ഇതുണ്ടല്ലോ, ഇതൊരു വർഗ സമരമാണ്. ഉള്ള കുറെ സ്ത്രീകളും ഒന്നുമില്ലാത്ത ഞങ്ങൾ പാവങ്ങളും പുരുഷന്മാരും തമ്മിലുള്ള വർഗ സമരം. അത് നിനക്കറിയാമോ? പക്ഷെ അത് മാറിക്കോ. ഈ കണക്കിന് പോയാലേ നിങ്ങളുടെ കയ്യിൽ ആകെ കുറച്ചുള്ള സാധനല്ലേ, അതില്ലാണ്ടാവും കേട്ടാ. എന്തുവാടി നീ ഉദ്ദേശിച്ചത്? മാനം. അങ്ങനെ പോവാനുള്ള മാനം അങ്ങ് പോട്ടെ എന്ന് വിചാരിക്കൂടി. എടി, ഇത് ലിംഗനീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. എന്തൊക്കെ നീതി? ലിംഗനീതി. എന്ത്? അത് ആദ്യം കുടുംബത്തിലേക്ക് കുറച്ച് എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് പോവാ മനുഷ്യ. എടി, അങ്ങനെ സമയവും കാലവും നോക്കിയിട്ട് ഇത് തുടങ്ങാനൊന്നും പറ്റുമൊന്നുമില്ല. ഇത് കല്യാണമൊന്നുമല്ല. ഇതുണ്ടല്ലോ, അതെ പോരാട്ടമാണ്, പോരാട്ടം. ആയുധം വെച്ചിട്ട് പോരാടണോ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, എന്നാ ഇത് പിടിക്കും. പച്ചക്കറി നടക്കട്ടെ. അതെ, കണ്ടവന്മാരെ ഓരോ ലിംഗനീതി എന്നും പറഞ്ഞിട്ടാണ് ഈ ജയിലിൽ പോയി കിടക്കണത്. അപ്പൊ അവിടെ നിന്ന് മാപ്പ് എഴുതിക്കൊണ്ടിരിക്കുക. ഓർമ്മ വേണം. നീ ഒരു കാര്യം മനസ്സിലാക്കിയോ? ഈ ലാത്തിൻ ജയിലൊക്കെ ഞങ്ങൾ പോരാളികൾക്ക് പുല്ലാണടി, പുല്ല്. മനസ്സിലായ? അങ്ങനെ കണ്ട് പേടിക്കുന്ന ആൾക്കാരല്ല ഞങ്ങള്. ഒരു പോരാട്ടത്തിന് ഇറങ്ങിയ അതിന്റെ അവസാനം കാണാതെ പിന്മാറണ ചരിത്രമില്ല, ഇനി അടുത്തുണ്ടാവില്ല. മനസ്സിലായ? നിങ്ങൾക്കിപ്പോ എന്താ വേണ്ട മനുഷ്യ? ഞങ്ങൾക്കും വേണോടി കമ്മീഷൻ. ബെസ്റ്റ്. കമ്മീഷൻ വേണമെങ്കിൽ നിങ്ങൾ ആ മനുഷ്യന്റെ അടുത്ത് പോയി ചോദിക്കും. മറ്റേ സ്ഥലക്കച്ചവടം ചെയ്തില്ലേ, ഇത് എന്റെ അടുത്ത് വന്ന് ഗീർവാണ പ്രസംഗം അടിച്ചിട്ട് എന്താ കാര്യം? എടി, നീ ഉദ്ദേശിക്കുന്ന കമ്മീഷൻ അല്ല, പുരുഷാവകാശ കമ്മീഷൻ. പുരുഷാവകാശ കമ്മീഷൻ എന്തുവാടി, ഇഷ്ടപ്പെട്ടില്ലേ? എടി, എന്നാ ഇനി ഞാനൊരു കാര്യം പറഞ്ഞാ നീ ഉറപ്പായിട്ടും ഞെട്ടും. അതെ, എന്റെ പൊന്നു റോയിച്ച, സത്യമായിട്ട് എനിക്കിപ്പോ ഞെട്ടാനുള്ളൊരു മൂഡിലല്ല ഞാൻ. നിങ്ങളുടെ മനസ്സമാധാനത്തിന് വേണമെങ്കിൽ ഞാൻ ഞെട്ടിത്തരാം. എന്നാലേ നീ കേട്ടോ, രാജ്യസഭയിലെ അശോക് കുമാർ മിത്തൽ എന്ന് പറഞ്ഞ ഒരു MP ഒരു ബില്ല് അവതരിപ്പിച്ചിട്ടുണ്ട് ഈ പുരുഷാവകാശ കമ്മീഷന് വേണ്ടിയിട്ട്. കണ്ടാ? ഞെട്ടിയില്ലേ? ഞെട്ടി. ഇതാണ് ഇപ്പൊ ഇത്ര വലിയ ന്യൂസ്. ന്യൂസ് ഞാനും കേട്ടതാ. മനുഷ്യ, അത് ഗവൺമെന്റ് അവതരിപ്പിച്ച ബില്ലല്ല. പിന്നെ
അത് പ്രൈവറ്റ് ബില്ലാ. അതിന് സാധാരണ ഈ പ്രൈവറ്റ് ബില്ല് അങ്ങനെ പാസ്സാവാറൊന്നും ഇല്ല. പാസ്സാവാതിരിക്കാം, അത്രേ ഉള്ളൂ. എടി ഇത് ഉറപ്പായിട്ടും പാസ്സാവും, ഒരു സംശയമില്ല. അത് പാസ്സാവാണ്ട് പോകുന്നില്ല. പാസ്സാവൂടില്ലേ, ഞങ്ങൾ പാസ്സാക്കിക്കും. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ട് നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അവര് തന്നെ പാസ്സാക്കിയെന്ന്. ഇതിനെക്കുറിച്ച് ഇതേക്കൂടി നോക്കിയേ, കുറച്ച് നിയമവശങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വക്കീലിനെ വിളിച്ചിട്ടുണ്ട്. അവർ പോയിരുന്നു. ഏത് നമ്മുടെ മറ്റേ കുടുംബ കോടതിയുടെ കല്യാണം നടക്കുന്ന ചെക്കനാ? നിനക്ക് ഈ വിവരമില്ലാത്ത ആളെ കേട്ടാണോ നിങ്ങൾ ചർച്ച ചെയ്യുന്ന ഇങ്ങനത്തെ കാര്യങ്ങൾ? എടി അവൻ കുടുംബ കോടതി വക്കീലൊക്കെ, പക്ഷെ ചില കാര്യത്തിൽ അവൻ പുലിയാണ്, ഉപ്പുലിയാണ്. പുലിയല്ല, മരപ്പെട്ടിയാണ് അവൻ. എടി വെറുതെ അവനിങ്ങനെ ആക്ഷേപിക്കില്ല, അവനും കൂടി വരും. ഞങ്ങൾക്ക് കുറച്ച് സ്ട്രൈക്ക് പരിപാടികളുണ്ട്, സമരം കുറച്ച് ആസൂത്രണം ചെയ്യാനുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് വന്നത്, മനസ്സിലായ? അപ്പൊ ഒരു 2-3 കട്ടൻ ചായ വേണ്ടി നീ ഒന്ന് സഹകരിക്കണം പ്ലീസ് കേട്ടാ. ഈ ഈനാമ്പേച്ചിക്ക് മരപ്പട്ടി കൂട്ടുന്ന് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. കറക്റ്റ് അത് ഇവിടെ കാണുന്നത് നിങ്ങളുടെ കേസിൽ. നീ എങ്ങനെ കയറി ഒന്നും പറയണ്ടല്ലേ, രാവിലെ എന്നാലും ഓയിച്ചനെ മരപ്പട്ടിന്ന് വിളിക്കണ്ടായിരുന്നു, സൗണ്ട് അങ്ങ് കേൾക്കായിരുന്നു. ഈനാമ്പേച്ചിക്ക് വിഷമായ പാലൊന്നും വാങ്ങിച്ചോണ്ടോന്നില്ലേ? എന്തിനു? പാൽച്ചായണ്ടൊക്കെ ഇത് ലെമൺ ടീ ഒന്ന് ചോദിച്ചു തരണ്ട കേട്ടോ, ലെമൺ. അതെ, ഒരു വിചാരമുണ്ട്. ഞാൻ ഇവിടെ ചായ കുടിക്കാനാണ് പറഞ്ഞത്, ഞാൻ ഇവിടെ പല പ്രമുഖ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞത്, അറിയോ? ആ അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, രാവിലെ രണ്ടുപേരും വഴക്കുണ്ടായ? ചെറുതായിട്ടൊന്നും തുടങ്ങി, സ്ഥിരമുള്ളതാണല്ലോ പറഞ്ഞിട്ട്. അത് പറ. പുറത്തിറങ്ങിയ മാതൃകാ ദമ്പതികൾ, അകത്ത് പാലസ്തീൻ ഇസ്രയേൽ. ട്രംപ് വന്ന കാര്യമൊന്നും ഒഴിഞ്ഞാലും അപ്പൊ ഒന്നും പറഞ്ഞില്ല റോയിച്ച്? പറഞ്ഞു വെറുതെ സമയം കളയണ്ട, നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് പോവാം. പറഞ്ഞ മനസ്സിലായോ? എടാ അങ്ങനെ എല്ലാ കാര്യം ഞാൻ പറയണത് കേക്ക്. എടാ നമ്മുടെ ഈ പോരാട്ടത്തിന് തീക്ഷ്ണത മനസ്സിലാക്കി ഇവളും കൂടെ നമ്മളും കൂടെ ജോയിൻ ചെയ്താലോ? നീ പറഞ്ഞു മനസ്സിലാക്കി കൂടെ നടന്നെ. നിങ്ങളുടെ സീനിയർ വക്കീലല്ലേ, എന്താണ് അയാളുടെ പേര്? ദേവൻ. ആ, അയാളൊരു ഗർഭക്കേസിൽ കുടുങ്ങി എന്ന് എനിക്കറിയാം. അതെ, അത് ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നല്ലോ. അത് പിന്നെ പക്ഷെ നിങ്ങൾക്ക് രണ്ടുപേർക്ക് എന്താണ് ഒരു വിഷമം എന്നാണ് എനിക്ക് മനസ്സിലായത്. ഇതാണ് പ്രശ്നം. അതെന്താണെന്നാ നീ അവിടെ എവിടെയും കേട്ടിട്ട് നമ്മുടെ അടുത്ത് സംസാരിക്കണുണ്ടോ? കാര്യം എന്താണെന്ന് വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം. എടാ നമ്മുടെ ആ ഓഫീസിലെ പെണ്ണില്ല, എന്താ അവളെ പേര്? രശ്മി. അവളാണ് ഇങ്ങേർക്കെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കണം. സ്ത്രീ ആരോപണം നിങ്ങളോട് പറഞ്ഞാൽ മതിയാ? പിന്നെന്താ, ഈ നാട്ടില് കോടതി തെളിവൊന്നുമില്ലേ? എടി പൗരസ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ സാധനമുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്തൊക്കെ ഇടപെടുന്നത്. ഇലക്ഷൻ പറഞ്ഞ സാധനമുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നത്. നിർത്ത്. ഞാൻ പറഞ്ഞുതരാം. ഈ ദേവൻ സാറ് സമൂഹത്തിൽ നല്ല നിലയും വിലയൊക്കെ ഉള്ള ആളാണ്. അയാൾക്കെതിരെ കൊടുത്തിരിക്കുന്ന കേസ് ഫേക്കാണ്. എടി 2 ബാർ അസോസിയേഷന്റെ പ്രസിഡന്റ് ആണ് ഈ ദേവൻ സാർ. ഒന്ന് കോടതി ബാർ അസോസിയേഷൻ, രണ്ടാമത്തത് എറണാകുളം ജില്ല 3 സ്റ്റാർ ബാർ അസോസിയേഷൻ. സാർ അസോസിയേറ്റ് ചെയ്ത ഒരു പ്രശ്നങ്ങളും ഇല്ല. എനിക്ക് എന്റെ പല്ല് പിടിച്ചിരിക്കും. ഞങ്ങള് അരിക്കൊമ്പയുടെ വരണ പോലെ അയാളായിട്ട് അരിച്ചു പറഞ്ഞു കളിയാക്കാം, പക്ഷെ പുള്ളിനെ കണ്ടുപിടിക്കാതെ നിങ്ങൾ ആരും പ്രതീക്ഷിക്കണ്ട. റോക്സെറ്റ് സ്പീഡിലാണ് പുള്ളിനെ. അതെ, സാറിന് എവിടെ പിടി കൊടുക്കണ്ടെന്നുള്ളത് നല്ല ജ്ഞാനം ഉണ്ട്. അതാണ് ഗറില്ല തന്ത്രം. എന്റെ പൊന്ന് ജേക്ക്, ആ തന്ത്രം ഒന്നും ഇവളോട് പണ്ട് കാര്യമില്ല, നമുക്ക് അത് അറിയാനും പാടില്ല. ആ തന്ത്രം പുറത്തെടുക്കണേക്കാൾ നല്ലതല്ലേ അയാൾക്ക് ആ നിയമത്തിന് എന്റെ കൈ ഒന്ന് മുട്ടിയതാ. ഞാൻ നിന്നോട് കാര്യം, ഈ ലീഗൽ ടാക്ലിംഗ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, അത് കേട്ടോ? ടാക്ലിംഗ് അത് തന്നെയല്ലേ നിയമൊക്കെ പഠിച്ചാണ്, മനസ്സിലായ? ആ സാധനമുണ്ട്. അങ്ങനെ സുപ്രീം കോടതിയിൽ നിന്ന് ഒരു ജഡ്ജിമാര്, വക്കീലന്മാര്, ക്ലർക്കുമാര് എല്ലാം വിളിച്ചു വെക്കുന്ന പോയിന്റ്സ് വിളിച്ചു വെക്കുന്ന സാറിന്റെ അടുത്താണ്. ഇവിടെ അയാള് വെറും ഒരു ലോ ക്ലാസ് ആളായിട്ടാണ് കണ്ടത്. അതാണ് പ്രശ്നം. എന്താ കാര്യം? എന്ത് വല്ല കാര്യം ഉണ്ടോ? നിലം തൊടോണ്ട് ഓടിക്കൊണ്ടിരിക്കല്ലേ ഇപ്പൊ, അല്ലേ? അത് എടാ, അത് ആ സ്ലോട്ടർ ടിവിയെ കാണാൻ ഭയങ്കര പ്രശ്നമാണ്. ആ കൊറോണ സമയത്ത് മറ്റേ പോലീസ് ഡ്രോൺ വിട്ടില്ലേ, അതുപോലെ കാട്ടിന്റെ മോളിൽ കൂടെ സാറിനെ തിരയാൻ വേണ്ടിട്ട് വിട്ടിരിക്കുകയാണ്. സാറിപ്പോ ഓടിക്കൊണ്ടാണ് മൂത്രം ഒഴിക്കണേന്നാണ് കേട്ടത്. അതില്ലാത്ത കാലമോടന്മാരാണ് പറഞ്ഞു പോയിട്ടില്ല, കറക്റ്റ് ആട്ടോ. എന്ത് അയാൾക്ക് വക്കീൽ പണി പോയാലും കുഴപ്പമൊന്നുമില്ല. അതിപ്പോ ഒളിമ്പിക്സിന് മത്സരിക്കാനോ മെഡൽ ഉറപ്പാ. ഇങ്ങനെ കളിയാക്കില്ലടി, ഒരു മനുഷ്യജീവിയാണ് അങ്ങേര്. അതല്ല ഓർക്ക്. എന്തൊരു സഹാനുഭൂതി എന്നോടൊക്കെയല്ലോ സഹാനുഭൂതി. എടി സഹാനുഭൂതി ഉണ്ട്. ആ പാവപ്പെട്ട ഒരു മനുഷ്യനാണ്. ഇപ്പൊ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? പെണ്ണുങ്ങളുടെ ഒരു അവസ്ഥ എന്താണ്? വന്ന് ഒരു ആണിനെ ഏത് അവസ്ഥയിൽ, ഏത് കൊടകൊമ്പന വരെ മുട്ടുകുത്തിക്കുന്ന അവസ്ഥയിലെത്തിയ കാര്യം. എന്റെ ചോര തളച്ചു വന്ന എന്റെ പുളിച്ച തമാശതോ ആ വേസ്റ്റ് ബോക്സിൽ അവിടെ കൊണ്ടുവന്നിട്ട്
എടി നാളെ ഒരുത്തി എനിക്കെതിരെ ഇതേപോലെ ആരോപണം ഉന്നയിക്കുമ്പോഴാണ് നിനക്ക് ഇതിന്റെ വിഷമം മനസ്സിലാവുള്ളൂ. ഒരു മിനിറ്റ് ഇതിന്റെ ആരോപണമല്ല, അതെനിക്ക് നല്ല സംശയം ഉണ്ട്. നീ ശരിക്കും നല്ല മതിപ്പാണല്ലേ. അതളിയ കല്യാണം കഴിഞ്ഞോട് നിനക്കറിയാലേ. ഞാനൊരു കാര്യം പറയട്ടെ, നാളെ ഇവിടൊക്കെ ഉന്നയിക്കുന്ന ആരോപണം ഫേക്കാന്ന് കഴിഞ്ഞാൽ ആര് സമാധാനം പറയും? അല്ല, അങ്ങനെ തെളിഞ്ഞ കേസുകളുണ്ട്, ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഒരു കാര്യമില്ല ജയിക്കെ, അതുകൊണ്ട് വളരെ കുറവേ ഉള്ളൂ. 99% പ്രതികൾ കുറ്റക്കാരാണ്. ബാക്കി 1% ഉണ്ടല്ല, അവർക്കെതിരെയാണ് നമ്മളെ പോരാട്ടം. എടി ഞാനൊരു കാര്യം പറയാളിയ, പോരാട്ടം ഞാൻ തുടങ്ങിക്കഴിഞ്ഞു. ഒരുത്തിയും എന്നെ തടയണ്ട അളിയ. പുരുഷന്മാർക്ക് വേണ്ടിട്ട്, അവരുടെ ഉന്നമനത്തിന് വേണ്ടി ഞാൻ എന്റെ ജീവൻ വരെ ബലിയടിക്കാൻ തയ്യാറാണ്. ഉറപ്പാണല്ലോ. ജീവൻ പരിഗണിപ്പിക്കുന്നതിന് മുമ്പേ ആ LIC പോലീസ് ഒന്ന് പുതുക്കണം. പുതുക്കൂലടി, എന്റെ കൊലച്ചോറ് നിന്നെ അങ്ങനെ തീറ്റിക്കത്തില്ല. ജേക്കെ, ഇത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോഴല്ലോ ഈ സൈസ് കളി തമാശയാണ്. ഫോൺ അടിക്കണ്ട. ഹലോ, അടിപൊളി, ഞാൻ എത്ര പെട്ടെന്ന് എത്തിക്കാം. ശരി. എന്താ മോനെ, നമ്മളെ സ്റ്റേഡിയത്തിന്റെ അവിടെ നെറ്റിയിൽ ബാൻഡ് കെട്ടി പ്രതിഷേധം. മറ്റേ നായകൻ ദേവൻ സാറിന് വേണ്ടി ആരാണ് ഇറങ്ങണതെന്ന് അറിയാമോ? നമ്മളെ സമരനായകൻ അവിടെ എന്തായിരുന്നാലും കൊണ്ടാടും. എത്രയും പെട്ടെന്ന് ഞാൻ അവിടെ ചെല്ലണമെന്നാണ്. അളിയ നീ ചെല്ല്, കളയല്ലേ സമയങ്ങളല്ലേ. നീ ഒരു കാര്യം ചെയ്യണം, എത്രയും പെട്ടെന്ന് പോയി ഫേസ്ബുക്കിൽ ഒരു ലൈവ് ഇടണം. നല്ല വിവരമായിട്ട് ഇടണം. അളിയ എന്റെ നെറ്റ് കട്ടായി തീർന്നിരിക്കുകയാണ്. രണ്ടാളോടും കൂടി ഞാൻ ഒരു കാര്യം പറയാം. എന്ത്? വെറുതെ ഓരോ പുരിവാലുണ്ടാക്കിയിട്ട് തലയിലും ഓരോന്ന് ഉണ്ടാക്കി വെക്കാൻ പറ്റരുത്. ഒരു കുഴപ്പമില്ല. നീ നിന്റെ പണി വെക്കടി. എന്റെ പൊന്നളിയ, ഇതൊക്കെ ചവിട്ടി പൊളിക്കല്ലേ. അല്ല, നിനക്ക് എന്റെ കൈ പോയതിന് കുഴപ്പമില്ല. എടാ, നിന്റെ കൈ പ്രശ്നമാണ്, കഥവ് പ്രശ്നമാണ്. നന്നാക്കാൻ പൈസ വേണ്ടല്ലോ. കാശില്ലെന്ന് പോകട്ടെ, പെട്ടെന്ന് ആട്ടുന്നില്ലായി. ഓണായി. സുഹൃത്തുക്കളെ, ദേവൻ സാറിന്റെ അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇതിനു മുമ്പ് ലൈവ് വന്നിരുന്നു. അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണിത്. സുഹൃത്തുക്കളെ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട്. എന്താണ് ഈ പീഡനം എന്ന് പറയുന്നത്? ഒരു പുരുഷനും സ്ത്രീയും കുറച്ച് നാൾ ഒരുമിച്ച് താമസിക്കുന്നു. 1 മാസം, 2 മാസം, 3 മാസം, 4 മാസം. എന്നിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റ് വരുന്നു, പീഡനം. എന്താണ് പീഡനം? എനിക്ക് അറിയാൻ വേണ്ടി വയ്ക്കുകയാണ്. ഈ 1ാമത്തെ പ്രാവശ്യം നടന്നപ്പോൾ പീഡനമെന്ന് മനസ്സിലായില്ലേ? 5-6 പ്രാവശ്യമൊക്കെ ഇത് ചോദിക്കാൻ പുരുഷന്മാർക്ക് ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ എനിക്ക് വേറെ കാര്യം പറയാനുള്ളത്, ഈ പരാതിയൊക്കെ ഉണ്ടല്ലോ, ഈ കൊടുക്കുന്ന ആളുകൾ അത് വ്യാജമാണെന്ന് കഴിഞ്ഞാൽ അവരെ പിടിച്ചൊരു 2 മാസം അല്ലെങ്കിൽ 3 മാസം ജയിലിലിടാനുള്ള നിയമം തന്നെ ഇവിടെ. അതാണ് ആദ്യം വരുന്നത്. പിന്നെ വേറെ കാര്യമുണ്ട്, 5-8 മാസം അല്ലെങ്കിൽ 10 മാസം കഴിഞ്ഞിട്ടാണ് പരാതി കൊടുക്കുന്നത്. എന്തിനാണ്? പീഡനം നടന്ന ഉടനെ ഒരാഴ്ചക്കുള്ളിലെങ്കിലും പരാതി കൊടുത്തില്ലെങ്കിൽ അത് പീഡനമായിട്ട് കണക്കാക്കാൻ പാടില്ല. ഒരാൾക്കെതിരുള്ള റിവെഞ്ചായിട്ട് കണക്കാക്കണം. അതെ, അഭിനന്ദനങ്ങൾ ഒന്നും നിറയാണല്ലേ. ഓക്കെ സുഹൃത്തുക്കളെ, എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത്രമാത്രം ഈ പീഡന പരാതികൾ വർദ്ധിക്കുന്നത്? ഞാൻ സ്ത്രീവിരുദ്ധനൊന്നല്ല കേട്ടോ, നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. എനിക്ക് അമ്മയുണ്ട്, പെങ്ങളുണ്ട്, എല്ലാവരും ഉണ്ട്, സഹോദരിമാരൊക്കെ ഉണ്ട്. പക്ഷേ പുരുഷന്മാർക്ക് കൂടെ ജീവിക്കണം, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ. ഈ പുരുഷന്മാർക്കും ഒരു പുരുഷാവകാശ കമ്മീഷൻ നിലവിൽ വേണം, സ്ത്രീകൾക്കുള്ളമാര്. കാര്യം പുരുഷന്മാർ മനുഷ്യരാണ്, അവർ ഈ ഭൂമിയിൽ ജീവിച്ചു പോയിക്കോട്ടെ. അതാണ് എനിക്ക് പറയാനുള്ളത്. വേറൊന്നുമില്ല, നിങ്ങൾ വേറെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ആർക്കെതിരല്ല. പക്ഷെ പുരുഷന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം. ഇപ്പൊ പാർലമെന്റിൽ ഒരു സാധനം വന്നിട്ടുണ്ട്, ഒരു ബില്ല് അവതരിപ്പിച്ചിട്ടുണ്ട് പുരുഷാവകാശ കമ്മീഷന്റെ. അത് നിയമമായിട്ട് വരണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ആഹ്വാനം ചെയ്ത മാതിരി നിങ്ങൾ എല്ലാവരും എനിക്ക് സപ്പോർട്ട് തന്നതിൽ ഞാൻ മാത്രമല്ല, ഈ പുരുഷന്മാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാൻ നോക്കിക്കോ, നമ്മുടെ ജയകുമാർ സാറുണ്ട്, പ്രശസ്തനായ വക്കീലാണ്. അപ്പോൾ എല്ലാവരും സഹകരിക്കണം. നമ്മൾ ഈ പരിപാടികളുമായിട്ട് മുമ്പോട്ട് പോകും. ഓക്കെ. ഹലോ, എപ്പം വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ അഭിനന്ദനങ്ങൾ. ഞാൻ വരാം. എന്ത് പറ്റിയാ? എടാ, ദേവൻ സാറിനെ പോലീസ് കൂട്ടി. ജാമ്യം ഒന്നും കൊടുത്തില്ല അങ്ങേർക്ക്. എന്ത് ചെയ്യൂടെ ഇനി? ഞാൻ പോയി നല്ലൊരു വക്കീലിനെ കാണട്ടെ. അപ്പൊ നീ വക്കീലല്ലേ ഈ വെള്ളം കറുപ്പൊക്കെ ഇട്ട് നടക്കുന്നതിന്? അല്ല, അത് പോരാ, കുറച്ചും കൂടെ കൂടിയ ലെവലിൽ വേണം. അത് ശരി. അതായത് ജഡ്ജി വന്ന് മുന്നിൽ തൊഴുത് നിൽക്കണം. ആര് പറഞ്ഞു നിന്റെ അടുത്ത്? അതൊക്കെ ഫേസ്ബുക്കിൽ ഞാൻ കണ്ടു. നീ എന്താന്ന് വെച്ചാൽ ചെയ്യും. നീ പോയി പെട്ടെന്ന് കാര്യങ്ങളെടുത്ത്. അഭിനന്ദനങ്ങൾ വന്ന് നിറയുകയാണല്ലോ. അജീഷ് കണ്ണങ്കര, അഭിവാദ്യങ്ങൾ. സിസിലി തൃശൂർ, നിനക്കൊന്നും വേറെ പണിയില്ലേടാ മരപ്പട്ടി. നിന്റെ എൻ്റെ വൈഫിന്റെ ഫ്രണ്ടാന്ന് തോന്നുന്നു, മരപ്പട്ടിന്ന്. വേറെന്താണ്? മോഹനൻ, എറണാകുളം.
വല്ലവനും പടക്കം പൊട്ടിച്ചതിന് നീയൊക്കെ എന്തിനാടാ പുക തിന്നുന്നത്? പോടാ, നിന്നെ പോലുള്ളവന്മാരാണ് ഈ പുരുഷവർഗത്തിന് അപമാനമായിട്ട് ഇങ്ങനെ ഐക്യമില്ലാതെ നടക്കുന്നത്. പോടാ നടന്നു. നെറ്റ് കട്ടായില്ല. അയ്യോ, പാവം പോയതോടെ നെറ്റും പോയി. ഇനിയിപ്പോ എന്താ ചെയ്യും? ആ ഇവിടെ ഉണ്ടായിരുന്നാ? എടേ, ഞങ്ങളുടെ ഫേസ്ബുക്ക് ലൈവ് ഉണ്ടല്ലോ, തരംഗമാവാൻ പോവാണ്. നീ നോക്കിക്കോ. ജേക്കെ പോയക്കണ എങ്ങോട്ടെന്ന് അറിയാമോ? കലൂര് നമ്മുടെ ജാവൽ മണ്ഡോദരന്റെ തലയിൽ ബാൻഡ് കെട്ടിയിട്ടുള്ള പ്രതിഷേധ കടല ഇറമ്പിക്കൊണ്ടിരിക്കുകയാണ്. എടേ, ഇന്ന് കലൂരാണെങ്കിൽ നാളെ തൃശ്ശൂര്, മറ്റന്നാൾ പാലക്കാട്. നീ നോക്കിക്കോ, കേരളം നിന്ന് കത്തും. ആ, നിനക്ക് ഭയങ്കര പുച്ചായിരുന്നല്ലോ ഈ അടുക്കളയിൽ വെച്ച് ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോ. എന്തായി, നീ നോക്കിക്കോ. ഈ പ്രതിഷേധം ഒരു സൂചനയാണ്. ആ, എന്റെ പേടി അതല്ല, ഇത്രയും വലിയ പ്രശ്നമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഇന്ന് തന്നെ ഞാൻ സുപ്രീം കോടതി ഉത്തരവ് വിടുവോ ഈ കമ്മീഷൻ വേണമെന്നും കൊണ്ട്? എന്റെ കർത്താവേ, അങ്ങനെ സംഭവിക്കുവോ? എടി, ഇങ്ങനെ കളിയാക്കല്ലേടി. നീ ഒരു കാര്യം മനസ്സിലാക്കിയോ? കാനലൊളിപ്പിച്ചു വെച്ച ചാരമാണടി ഓരോ പുരുഷ മനസ്സും. ചവിട്ടിയാലേ നിന്റെയൊക്കെ കാല് കൊള്ളും. നിങ്ങൾക്ക് എവിടുന്ന മനുഷ്യ ഇങ്ങനെ സാഹിത്യം? അത് സാഹിത്യമൊക്കെ വരും, അതിന് കുറച്ച് ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞ സാധനം വേണം. നിനക്ക് അതില്ലല്ലോ, അതെന്റെ കുഴപ്പമില്ലല്ലോ. കോള് വരണ്ടല്ലോ. ഹലോ, ആ ജേക്കെ, ആ കേൾക്കുന്നുണ്ട്. ജേക്കെ, എന്താ അവിടെ കാര്യങ്ങളൊക്കെയാണോ? എടാ, നീ ഫേസ്ബുക്ക് ലൈവ് ഇട്ടത് പ്രശ്നമായെന്നാണ് തോന്നുന്നത്. എന്തോന്ന് പ്രശ്നം? എടാ, അതിജീവിതയ്ക്ക് എതിരെ പറഞ്ഞവരെയൊക്കെ പോലീസ് വിളിച്ചോണ്ടിരിക്കുകയാണ്. അയ്യോ, നീ എത്രയും പെട്ടെന്ന് പോയത് ഡിലീറ്റ് ചെയ്യേ. അയ്യോ, മറ്റവൻ ആ റോഡിൽ അവിടെ എവിടെ ഇപ്പൊ പിടിച്ച്. അളിയ, നമ്മുടെ പ്രതിഷേധം മണ്ണാൻ കെട്ട ജീവൻ വേണമെങ്കിൽ പോയി ഡിലീറ്റ് ചെയ്യണം. ആണാ? ഇപ്പൊ തന്നെ ചെയ്യാം. എടി, ഞങ്ങളുടെ ഫേസ്ബുക്ക് ലൈവ് പ്രശ്നമായിരുന്നു. നമ്മൾ ജാവൽ മണ്ഡോദരനെ പോലീസ് ഓടിച്ചിട്ട് ജനതാ റോഡിൽ നിന്ന് പൊക്കിയിരുന്നു. അതിജീവിതക്കെതിരെ പ്രതികരിച്ചവരൊക്കെ പോലീസ് പൊക്കി പിടിക്കുക, അന്വേഷിച്ചോണ്ടിരിക്കുക. ഞാൻ രാവിലെ അപ്പളേ പറഞ്ഞതല്ലേ രണ്ടാളോടും ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കരുത്. ഫേസ്ബുക്ക് ലൈവ് പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യാം. അയ്യോ, കേറാൻ പറ്റില്ല. കേറാൻ പറ്റൂല, നെറ്റില്ല. നെറ്റില്ല. എടി, നെറ്റ് താ. നീ നെറ്റ് രാവിലെ തീർന്നില്ലേ? നെറ്റ് രാവിലെ തീർന്നു. എടി, നെറ്റ് ഇല്ലാതെ ഫേസ്ബുക്കിൽ കയറാൻ ഇല്ലല്ല, അത് വേറെ വഴിയില്ല. എന്ത് ചെയ്യൂടി നമ്മൾ? ഒന്നും ചെയ്യാനില്ല. നിങ്ങൾ എന്തിനാണ് മനുഷ്യന് ആവശ്യമില്ലാത്ത പണിക്ക് നിന്നത്? അതെ, ഞാൻ ഒരു കാര്യം പറയാം. എന്ത്? നമ്മുടെ രണ്ടുപേരുടെ കയ്യിൽ നെറ്റില്ല, നെറ്റ് റീചാർജ് ചെയ്യാനുള്ള കാശും ഇല്ല. അതെ, ഒരു ഫ്രീ ഉപദേശം തരാം. എന്ത്? അവനവന്റെ ജീവിതം ഭദ്രാക്കിയിട്ട് വേണം മറ്റുള്ളവരുടെ ലൈഫിൽ പോയി തലയിടാൻ. മനസ്സിലായ? ദൈവമേ, അപ്പോ ഇനി ഞാനും ജയിലിൽ. കോള് കണ്ടല്ലോ. ആരത്? അയ്യോ, ചാർജ് തീർച്ചു. ലൈറ്റ് ഫോൺ വന്നെയാണ്. ഞാൻ എടുത്ത് ഫോൺ വരണം. പോലും എണീറ്റ് നിൽക്കണം. സോറി. മറ്റേ ഇവിടുത്തെ സ്റ്റേഡിയത്തിൽ വൻ ജനത്തിരക്കാണ്, മനസ്സിലായോ? നീ നോക്കിക്കോ, നിനക്ക് പുച്ചായിരുന്നല്ലോ ഇനി. അതെ, ഓക്കെ, സോറി. കോള് വരണ്ടല്ലോ. ഹലോ ജേക്കെ, ഹലോ 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 ജയറാമൻ. ആ, അപ്പൊ അങ്ങനെയാണ് വിളിക്കണായിരിക്കല്ലോ. റെഡി? എന്തായിരുന്നു? പറയുക സമരം ഉള്ള ഇല്ലാത്ത ഇല്ലാത്തവൻ അവിടെ നിന്ന് കണ്ടിന്യൂ. ആ, അത് അവിടെ നിന്ന് കണ്ടിന്യൂ. അറിയാൻ പറ്റുമോ? ലൈറ്റിന്റെ ഇത് കാണാൻ പറ്റുമോ? നിങ്ങളെ അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ സോറി. ഓക്കെ. ഓ കോമഡി അത് കഴിഞ്ഞിട്ട് ആ സ്ക്രിപ്റ്റ് ആരെങ്കിലും ഒന്നൊന്നും എടുത്ത് കൈപ്പിടിക്കാമോ? ഡോക്ടർ അശോക് കുമാർ മിശ്ര എന്ന് പറഞ്ഞ ഒരാള് ഒരു ബില്ല് അവതരിപ്പിച്ചിട്ടുണ്ട് പുരുഷാവകാശ കമ്മീഷന് വേണ്ടിയിട്ട്. കണ്ട ഞെട്ടില്ലേ? ഞെട്ടി. മറ്റന്നാ പാലക്കാട് കേരളം നിന്ന് കത്തും. നീ നോക്കിക്കോ. ഇനി ഇവിടെ വേറെ ഇല്ല. ഇതിന്റെ ഈ എപ്പിസോഡ് വേറെ ഇല്ല.